ഇന്ന് ഞാൻ ശരിക്കും സന്തോഷത്തിലായിരുന്നു. ഫണ്ടൂസ് നഗറിലെ കള്ളന്മാരും കുറ്റവാളികളെല്ലാം ജയിലിനകത്തായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളും കുറ്റവാളികളുടെ ഒരു ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്താ, കുറ്റവാളികൾക്കും ക്രിക്കറ്റ് മാച്ച് നടത്തുമോ? മന്ത്രിയുടെ ഉത്തരവാണ്. തടവുകാർക്കുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിക്കണത്രേ. അദ്ദേഹത്തെ എതിർക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. സിക്സറും ഫോറും അടിക്കുന്നതിന്റെ തിരക്കിൽ ഈ കള്ളന്മാരെങ്ങാനും ഓടി രക്ഷപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കാതിരിക്കും പോലീസ് മാഡം. കള്ളന്മാർക്കൊപ്പം മാച്ചിൽ കളിക്കുന്ന നമ്മുടെ ടീം തന്നെയായിരിക്കും. അവർ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിതാ മാഡത്തിന് വാക്ക് നൽകുന്നു. ഞാൻ വേണ്ടതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മാവനായ സാക്ഷാൽ മൊഗാവറാണ് ഈ കളിയിൽ അമ്പയറായി നിൽക്കാൻ പോകുന്നത്. ജയിലിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ അങ്ങേരെ സഹായിക്കും. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം ലഭിക്കുകയില്ല. നിന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിക്കേ, അല്ലെങ്കിൽ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കളി അങ്ങ് അവസാനിക്കും. നിങ്ങൾക്ക് ഈ വണ്ടിയും പരിശോധിക്കണമെന്നുണ്ടോ? ഇത് എന്റെ കൂടെ വന്നതാ, കടത്തിവിടടോ. ഇതാ ടോസ് ഇടാൻ പോവുകയാണ്. നീ എന്താണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ജോഗാവർ? ഹെഡ്സോ ടെയിൽസോ? ടൈൽസ്. നിന്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത് ജോഗാവർ. നീയായിരിക്കും ജോഗാവർ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമേ നീ ചെയ്യുകയുള്ളൂ. അമ്മാവ, ഞാനാണ് ജയിച്ചതെങ്കിൽ ആദ്യം ബാറ്റിംഗ് ചെയ്യാമായിരുന്നു. ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തോളാം. ജോഗാവർ, താൻ എന്തു പണിയാ കാണിച്ചത്? നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്നത് നമ്മൾ ആദ്യം ഫീൽഡ് ചെയ്യുമെന്നല്ലേ? എങ്കിൽ മാത്രമേ ഫീൽഡിങ്ങിന്റെ പേരിൽ ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇനി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അവര് ബാറ്റിംഗ് ചെയ്യുന്നത് വരെയും കാത്തിരിക്കണം. ഞാൻ ചെയ്തത് മണ്ടത്തരമായല്ലോ. ഗുദം, നമ്മുടെ കാലുകൾക്ക് ചിറക് വെച്ചിരിക്കുന്നു, കണ്ടില്ലേ ഗുദം? ഉച്ചലവും കൂതവും അതായ എക്സ്പ്രസ് ട്രെയിനേക്കാൾ വേഗത്തിലാണ് ഓടി റൺസ് എടുക്കുന്നത്. ഇന്നേ വരെ ഞാൻ ഇത്രയും വേഗത്തിൽ പൊറോട്ട ഉണ്ടാക്കിയിട്ടില്ല. ഉഗ്രനായിട്ടുണ്ട്. അവരത് തുള്ളിച്ചാടിക്കൊണ്ട റൺസ് എടുക്കുന്നേ. അത് ചീറ്റിംഗ് അല്ലേ? പക്ഷെ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് റൺസ് എടുക്കരുതെന്ന് റൂളൊന്നും ഇവിടെ ഇല്ലല്ലോ മാഡം. ഐഡിയ. അമ്മാവ, എന്നെ നിങ്ങളുടെ ഈസി ബോൾ ഒന്ന് ഇട്ടുകൊടുത്തേ. എന്ത് ഈസി ബോളോ? അതെ, കറങ്ങുന്ന ബോൾ. ഗംഭീരം. അനന്തരവന്റെ ക്യാച്ച് അത്യുഗ്രനായിരിക്കുന്നു. വിത്തൗട്ട് എനി ഡൗട്ട് ഉച്ചലവിത ഔട്ടായിരിക്കുകയാണ്. അടുത്തതായി ബാറ്റിംഗ് ചെയ്യാൻ വരുന്നത് ഡങ്കയാണ്. ഡങ്ക ഇതാ എത്തിക്കഴിഞ്ഞു. ഡങ്ക, താൻ വെറുതെ ബാറ്റ് ടച്ച് ചെയ്താൽ മതി. റൺസ് ഞാൻ എടുത്തോളാം. അമ്മാവ, നിങ്ങൾ നോക്കിക്കോ, കൂത ഇപ്പൊ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. അവൻ തന്നെത്താൻ ഔട്ടാവുകയും ചെയ്യുന്ന അവള് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായ അമ്മാവ? ഇവർക്ക് പന്ത് എറിഞ്ഞു കൊടുക്കേണ്ടിയും വരില്ല. എന്ത് പണിയാ കാണിച്ചത്? ഗംഭീരം. ഇങ്ങനെ കുതിച്ചു ചാടുന്നവരൊന്നും ഒന്നാമതാകണമെന്നില്ല. അടുത്തതായി ഡങ്ക ഡോൾക്കി കൂട്ടുകെട്ടി എന്ത് പ്രകടന കാഴ്ചവെക്കുമെന്ന് നോക്കാം. എന്തും സംഭവിക്കാം. ബഹദൂർ അതിവേഗം ഓടി വരുന്നുണ്ട് മുന്നോട്ട്. ഒരു കിടിലൻ ക്യാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം കൂട്ടുകാരെ.
എടോ ബഹദൂറെ, കണ്ണാടി എടുക്ക്. സിക്സർ. രാത്രിയിൽ സൂര്യൻ അസ്തമിക്കുന്നത് പോലെയാണ് ബഹദൂർ ഇപ്പോൾ അപ്രത്യക്ഷനായിരിക്കുന്നത്. അതിനായി ഡങ്ക സ്കോർ ചെയ്തിരിക്കുന്നത് 1/2 ഡസൻ റൺസാണ്. നല്ല ഉശിരൻ ഗെയിം തന്നെ. ഓരോരുത്തർക്കും വിധിച്ചത് എന്താണോ അത് മാത്രമേ ലഭിക്കുകയുള്ളൂ. എല്ലാവരും കൈകൾ ഉയർത്തി നിൽക്കൂ. ഒരാളും നിന്നിടത്ത് നനങ്ങി പോകരുത്. മനസ്സിലായോ? അതിഗംഭീരമായിരിക്കുന്നു. അനന്തരവൻ ഡങ്കായെ കളിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇനി അടുത്തതായി ക്രൈമിന്റെ പവർ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ക്രൈം മാസ്റ്റർ ജൊഗാവാർ എത്തിക്കഴിഞ്ഞു. ജോഗാവൻ, ഇന്നാ മെറ്റൽ ബാറ്റ്. ഹിച്ക ഹിച്ക ഹിച്ക. ജോഗാവർ വന്നത് മുതൽ 4ഉം 6ഉം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പ്രയാസവും ഇല്ലാതെ. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അപ്പൊ അതാണ് കാര്യം. ഇതൊരു മെറ്റൽ ബാറ്റ് ആണല്ലേ. മെറ്റൽ ബാറ്റിന് ചേരുന്നത് ശരിക്കും ഒരു മാഗ്നറ്റ് ബോൾ ആണ്. ഗംഭീരം. ആദ്യമായിട്ടാണ് ഒരു ബാറ്റ്സ്മാൻ സ്വയം ഇങ്ങനെ ക്ലീൻ ബൗൾഡ് ആവുന്നത്. അടുത്തതായി അനന്തരവൻ ടീമിന്റെ ബാറ്റിംഗ് കാണാൻ നിങ്ങൾ ഓരോരുത്തരും ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാവും. ഗംഭീരം. എന്റെ അനന്തരവ ബോർഡ് അടിച്ചു പരത്തിക്കോ. ബല്ലെ ബല്ലെ ബല്ലെ. വേഗം ഗേറ്റ് ഓർക്ക്, അല്ലെങ്കിൽ എന്റെ ക്യാച്ച് മിസ്സാവും. കണ്ടോ അനന്തരവ, ആ ജോഗാവർ ബോൾ എടുക്കാനെന്ന വ്യാജേന ഓടിപ്പോയതാണോ? ടെൻഷൻ നോട്ട് പോലീസ് മാഡം. ഞാൻ നേരത്തെ തന്നെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രൈമിനുണ്ട് പവർ. ക്രൈം മാസ്റ്റർ ജൊഗാവർ. ഞാനിതാ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. No, 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 no. ഈ ജോഗാവർ എന്തിനാ തിരിച്ചു വന്നിരിക്കുന്നത്? ചാച്ചയുടെ ഷോട്ടിൽ ബോൾ എത്ര ദൂരത്തേക്കാ പോയെന്നറിയോ? അതുകൊണ്ട് ബോൾ കൊണ്ടുവരാൻ അല്പം താമസിച്ചു പോയി. അവരുടെ ജോലി അവരെ ചെയ്തോട്ടെ അല്ലേ. ഗോജി ഞങ്ങളുടെ സ്പെഷ്യൽ ക്ലൂ. ഇനി ഇവരെ തുള്ളിച്ചാടാൻ സമ്മതിക്കില്ല. ഓടിക്കോ. വേഗം വാ. എന്തെങ്കിലും തരണേ. ദൈവത്തെ ഓർത്ത് വല്ലതും തരണേ. നിങ്ങൾ 1 രൂപ തരികയാണെങ്കിൽ ഈശ്വരന് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തിരിച്ചു തരും. ഇങ്ങനെ ഭിക്ഷക്കാരനാകാനാണോ ഇത്ര കഷ്ടപ്പെട്ടത്? 1 രൂപ ഞാൻ തന്നെ തന്നേക്കാമെന്ന്. ഇവിടേക്ക് വരുന്നു. ഈ മരുമണ്ടന്മാർക്ക് ഒരു അവസരം ലഭിച്ചാൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ല. പോകൂ. എല്ലാവരും അതാത് സ്ഥാനത്ത് നിന്ന് ഫീൽഡിംഗ് ചെയ്യൂ. ഒന്ന് നിൽക്കൂ. ഞാൻ ഔട്ടായിട്ടില്ല. ആ ഡ്രിങ്ക്സ് വെച്ചിരിക്കുന്ന വണ്ടിയാണ് ബോളിനെ തിരിച്ചടിച്ച ജോഗാവന്റെ കയ്യിൽ എത്തിച്ചത്. പോലീസ് മാഡം, ആ ഡ്രിങ്ക്സ് വെച്ച വണ്ടി ആരാന്നറിയാമോ? ജോഗാവറിന്റെ റോസിയാണ്. പക്ഷെ ഈ റോസി എങ്ങനെ അകത്തേക്ക് കയറി വന്നത്? എന്താ ഉണ്ടായെന്ന് പറയാമല്ലോ മാഡം. ഞാൻ ഈ വണ്ടിയുടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ആ അമ്പയറാണ് എന്നെ തടഞ്ഞത്. അമ്പയർ നിങ്ങനെ തടഞ്ഞോ? അതിനർത്ഥം ഈ അമ്പയറും അവർക്കൊപ്പമാണെന്നല്ലേ? എന്ത്? ഇതാ മുഖാവറാണല്ലോ. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. മാച്ചിലെ അവസാനത്തെ ബോൾ. അനന്തരവന്റെ ടീമിന് ജയിക്കാൻ ഇനി 6 റൺസാണ് വേണ്ടത്. ഈ അവസരത്തിൽ എത്ര വലിയ കളിക്കാരനും ഒന്ന് ആടി ഉലഞ്ഞു പോകും.
എന്റെ അനന്തരവാ, ഏത് വിധനെയും നമ്മൾ ഈ മാച്ച് ജയിച്ചേ മതിയാകൂ. എനിക്ക് മാച്ചിനേക്കാൾ വലിയ ടെൻഷൻ ഈ കള്ളന്മാരുടെ കാര്യത്തിലാ. അവസാനത്തെ ബോളിൽ അവർ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ ശ്രമിക്കും അനന്തരവാ. ഈ അവസാന ബോളിലെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് കഴിയില്ല. ഗെയിം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജോഗവാറും ടീമും മൈതാനത്ത് നിന്ന് തിരിച്ചു പോവുകയാണ്. ഓ നോ, ആ തടവുകാരൊക്കെ ജയിലിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണല്ലോ. എന്റെ അനന്തരവാ, എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. നിങ്ങളിപ്പോ കാണുന്നത് ഒരു ഉഗ്രൻ സിക്സർ ആണ്. ഗംഭീരം! അനന്തരവൻ ടീമാണ് മാച്ച് ജയിച്ചിരിക്കുന്നത്. പോലീസ് പാടമാവട്ടെ കുറ്റവാളികളെയൊക്കെ വീണ്ടും തടവിലാക്കി, എല്ലാം ശുഭകരമാക്കി. ഞങ്ങളോട് എടുക്കാൻ വരുന്നവർ ഉടച്ച് കയ്യിൽ വെച്ച് തരും. എത്ര വിദ്വാൻമാർ വന്നാലും ഞങ്ങൾ മുട്ടുകൊതിക്കും. ഇതെന്റെ അമ്മാവനും പിന്നെ ഇവൻ എന്റെ അനന്തരവൻ.